നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മന്ത്രിമന്ദിരങ്ങൾ മൂടിപിടിപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് പിണറായി സർക്കാർ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് പുറമെ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, J ചിഞ്ചറാണി, MP രാജേഷ്, GR അനിൽ എന്നിവരുടെ ഔദ്യോഗിക വസതികളും മെയിന്റനൻസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ അനുവദിച്ചിരിക്കുന്നു സർക്കാർ എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഈ മാസം 5-നാണ് പൊതുമരാമത്ത് വകുപ്പ് ഇത്തരത്തിലുള്ള മെയിന്റനൻസ് പ്രവൃത്തികൾക്ക് വേണ്ടി ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. മറ്റു മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികളിലും മെയിന്റനൻസ് പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും അതിനായി ടെൻഡർ ക്ഷണിക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സൂചനയുണ്ട്. മന്ത്രിമന്ദിരങ്ങൾക്ക് മോടി കൂട്ടാൻ വേണ്ടി പിണറായി വിജയൻ മുഖ്യമന്ത്രി ശേഷം മാത്രം 7.91 കോടി രൂപയാണ് ചെലവിട്ടിരിക്കുന്നത്. 2016 മെയ് മുതൽ ഇതുവരെയുള്ള കണക്ക് മാത്രമാണ് ഇത്. മരപ്പട്ടിയുടെ ശല്യം അസഹനീയമെന്ന് വാവിട്ട് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ വാക്കിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഫണ്ടുകൾ പൊടിക്കുന്നുണ്ട് എന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രിമന്ദിരങ്ങളിലെ കർട്ടൻ മാറ്റിയതിന് മാത്രം 44.96 ലക്ഷം രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വസതിയുടെ അറ്റകുറ്റപ്പണിക്ക് 2.18 കോടി രൂപയും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 60.71 ലക്ഷവും ചെലവിട്ടിട്ടുണ്ട്. ക്ലിഫ് ഹൗസിലെ കർട്ടൻ മാറ്റാൻ 2016 മുതൽ 21 മെയ് വരെ 2,07,606 രൂപയും തുടർന്ന് നാളിതുവരെ 10,06,682 രൂപയും വേണ്ടി വന്നിട്ടുണ്ട്. 79.73 ലക്ഷം മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നു. ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരണത്തിന് 2016 മെയ് മുതൽ 2021 മെയ് വരെ 25.99 ലക്ഷമാണ് നൽകിയിരിക്കുന്നത്. വാർഷിക അറ്റകുറ്റപ്പണിക്ക് 2.28 ലക്ഷം വേറെയും നൽകി. തുടർന്ന് 2021 മുതൽ നാളിതുവരെ 10 ലക്ഷം ചെലവിട്ടു. ക്ലിഫ് ഹൗസ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ആവശ്യങ്ങൾക്കും കൂടെ 4.09 കോടിയോളമാണ് ചെലവിടുന്നതെന്നാണ് കണക്കുകൾ. മറ്റ് മന്ത്രിമാരുടെ കർട്ടൻ മാറ്റം 2016 മുതൽ ഇതുവരെ 32.86 ലക്ഷം ചെലവിട്ടു. ക്ലിഫ് ഹൗസ് ഒഴികെ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനും അറ്റകുറ്റപ്പണികൾക്കുമായി 4.29 കോടി രൂപ ചെലവാക്കി. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ്. പെൻഷൻ തുക നൽകാൻ സാധിക്കുന്നില്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൂലി നൽകാൻ സാധിക്കുന്നില്ല എന്നെല്ലാം അവകാശവാദം ഉന്നയിക്കുന്ന പിണറായി സർക്കാരാണ് മന്ത്രിമാരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇത്രയെല്ലാം തുക വകയിരുത്തിയിരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം. ഇത്രയെല്ലാം തുക വകയിരുത്താൻ സാധിക്കുന്ന സർക്കാരിന് പാവപ്പെട്ടവന്റെ പരാതി തീർക്കാൻ മാത്രം സാധിക്കുന്നില്ല എന്നത് ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. എന്തായാലും ഇനി ഇതുകൊണ്ടൊന്നും തീരുമെന്ന് കരുതേണ്ടതില്ല. കാരണം പിണറായി ഭരണം കഴിയാൻ ഇനിയുമുണ്ട് 2-2.5 വർഷം ബാക്കി. അത്രയും കാലത്തിനുള്ളിൽ എത്ര തുക പൊടിക്കും എന്നത് കണ്ടറിയണം.